ടി20 ലോകകപ്പിൽ ഇന്ന് നടന്ന ഇംഗ്ലണ്ട് നേപ്പാൾ മത്സരം അത്യധികം ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു. ഒടുവിൽ ഇംഗ്ലണ്ട് 4 റൺസിന് വിജയിച്ചു. അവസാന പന്ത് വരെ ആരാധകരെ മുൾമുനയിൽ നിർത്തിയ മത്സരം അവസാന പന്തിലാണ് ഇംഗ്ലണ്ട് വിജയിച്ചത്. ഒരു ഘട്ടത്തിൽ നേപ്പാളിന് വിജയപ്രതീക്ഷ നൽകിയിരുന്നു. ഇംഗ്ലണ്ടിനെ അട്ടിമറിക്കുമെന്ന് ക്രിക്കറ്റ് ആരാധകരെല്ലാം പ്രതീക്ഷിച്ചു. 9 ബോളിൽ 13 എന്ന നിലയിൽ നിന്നാണ് നേപ്പാൾ അവസാനം 4 റൺസിന് തോറ്റത്. അവസാന ഓവറിൽ 10 റൺസ് മാത്രമായിരുന്നു വിജയിക്കാൻ വേണ്ടിയിരുന്നത്. അവസാന ഓവറിൽ നേപ്പാളിന് വിജയിക്കാൻ വെറും 10 റൺസ് മാത്രം മതിയായിരുന്നു. എന്നാൽ അവസാന ഓവർ എറിയാൻ വന്ന സാം കരൻ്റെ അത്യുജ്വല ബോളിംഗ് പ്രകടനമാണ് ഇംഗ്ലണ്ടിന് 4 റൺസ് വിജയം സമ്മാനിച്ചത്. മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ആദ്യം ബാറ്റ് ചെയ്യുകയായിരുന്നു. നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടപ്പെടുത്തി ഇംഗ്ലണ്ട് 184 റൺസാണ് അടിച്ചുകൂട്ടിയത്. 185 റൺസ് വിജയലക്ഷ്യമായി ബാറ്റിങ്ങിനിറങ്ങിയ നേപ്പാൾ നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റിന് 180 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 4 റൺസിൻ്റെ തോൽവി. അവസാന ഓവറുകളിൽ നേപ്പാൾ താരം ലോകേഷ് നടത്തിയ വെടിക്കെട്ടും നേപ്പാളിനെ വിജയതീരത്ത് എത്തിക്കാനായില്ല. 20 പന്തിൽ നിന്ന് 39 റൺസാണ് താരം അടിച്ചുകൂട്ടിയത്. ഇംഗ്ലണ്ടും അവസാന 2 ഓവറുകളിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. 18.2 ഓവറിൽ ഹെൻറി ബുക്ക് ഔട്ടാകുമ്പോൾ 157-ന് 6 എന്ന നിലയിലായിരുന്നു ഇംഗ്ലണ്ട്. അവസാന ഓവറുകളിൽ വിൽ ജാക്സ് 18 പന്തിൽ 4 സിക്സും 1 ഫോറും ഉൾപ്പെടെ 39 റൺസാണ് അടിച്ചുകൂട്ടിയത്. ബൗളിങ്ങിലും വിൽ ജാക്സ് മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. 2 ഓവറിൽ വെറും 17 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 1 വിക്കറ്റും നേടി. വിൽ ജാക്സ് തന്നെയാണ് മാൻ ഓഫ് ദി മാച്ച്. കഴിഞ്ഞ ലോകകപ്പിൽ സൗത്ത് ആഫ്രിക്കയോടും നേപ്പാൾ 1 റൺസിനായിരുന്നു തോൽവി അറിഞ്ഞത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ലോകകപ്പിൽ നേപ്പാൾ ഏതെങ്കിലും ഒരു ടീമിനെ അട്ടിമറിക്കാൻ സാധ്യത കൂടുതലാണ്.